ലോക ചാപ്റ്റർ 2വിൻ്റെ പ്രൊമോഷണൽ ടീസറിലെ ഏറ്റവും ഹൈപ്പ് കൂടിയൊരു ഭാഗം ഹിറ്റ്ലറിനെ കൊന്നത് ചാർലി ആണല്ലേ എന്ന് ചോദിക്കുന്നിടത്താണ്. കേട്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. ഒപ്പം DQവിൻ്റെ ആ നോട്ടവും പുള്ളിയാണത് ചെയ്തതെന്ന് വ്യക്തം. ഇപ്രാവശ്യം ഹിറ്റ്ലറിൻ്റെ മരണത്തെക്കുറിച്ചുള്ള കുറച്ച് ചരിത്ര വസ്തുതകളാണ് പറയുന്നത്. ഒപ്പം ചെറിയൊരു ഫാൻ തിയറിയിലേക്കും. ചരിത്രം കേട്ടാൽ ബോറടിക്കുമെന്നുള്ളവർക്ക് വീഡിയോയുടെ താഴെയുള്ള ചാപ്റ്റർ നോക്കി ഫാൻ തിയറിയിലേക്ക് പോകാവുന്നതാണ്. എങ്ങനെയാണ് ഹിറ്റ്ലർ മരിച്ചത്? 1889 ഓസ്ട്രിയയിലെ ഒരു റോമൻ കത്തോലിക്ക കുടുംബത്തിൽ കർക്കശക്കാരനായ കസ്റ്റംസ് ഓഫീസറുടെ മകനായി ജനിച്ച ഹിറ്റ്ലർ തൻ്റെ 56-ാം വയസ്സിൽ 1945 സോവിയറ്റ് പടയാളികൾക്ക് പിടികൊടുക്കാതെ ജർമ്മനിയിലെ ബെർലിനിലെ ഒരു ബങ്കറിൽ വെച്ച് സ്വയം വെടിവെച്ച് ജീവൻ ഒടുക്കിയതുവരെയുള്ള സംഭവബഹുലമായ ജീവചരിത്രത്തിൽ എവിടെയാണ് ഹിറ്റ്ലറിനെ കൊല ചെയ്തതെന്നുള്ള കഥയ്ക്ക് സ്ഥാനം എന്നതൊരു ചോദ്യമാണ്. ഹിറ്റ്ലർ കൊല ചെയ്യപ്പെടാനുള്ള സാധ്യത നിലനിൽക്കുന്നത് തന്നെ ഹിറ്റ്ലറുടെ ആത്മഹത്യ എന്ന കഥാവസാനത്തിലെ അവ്യക്തതകളാണ്. ഹിറ്റ്ലർ കൊല ചെയ്യപ്പെട്ടതാണെന്നുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നർത്ഥം. 42 തവണ കൊലപാതക ശ്രമങ്ങൾ നടന്നുവെങ്കിലും അതിൽ നിന്നൊക്കെ ഹിറ്റ്ലർ രക്ഷപ്പെട്ടിരുന്നു എന്ന് വിവിധ ചരിത്ര രേഖകൾ പറയുന്നുണ്ട്. നാസി ജർമ്മനിയുടെ രേഖകളിൽ 1932 ബെർലിനിലെ വലിയ ആഡംബര ഹോട്ടലായ കൈസർ ഹോഫിൽ വെച്ച് ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊല്ലാൻ നടത്തിയ ശ്രമം മുതൽ 1944 ഹിറ്റ്ലറിൻ്റെ വുൾഫ്സ് ലയർ എന്ന ആദ്യ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിലെ മീറ്റിങ്ങിനിടയിൽ ഒരു ബ്രീഫ് കേസിൽ ഒളിപ്പിച്ച ബോംബ് പൊട്ടിച്ച് കൊല്ലാൻ നടത്തിയ ഓപ്പറേഷൻ വാൽക്കേരി എന്നും 20 ജൂലൈ പ്ലോട്ടും എന്നറിയപ്പെടുന്ന ശ്രമം ഉൾപ്പെടെ 25ഓളം ശ്രമങ്ങളെപ്പറ്റി വിശദമായ വിവരങ്ങളുണ്ട്. ഡോക്യുമെൻ്റ് ചെയ്യപ്പെടാതെ പോയ അസാസിനേഷൻ അറ്റംപ്റ്റ്സ് വേറെ ഒരുപാട് കാണും. ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊല്ലാനുള്ള ശ്രമങ്ങളിൽ നിന്നൊക്കെ ആദ്യം ഹിറ്റ്ലർ രക്ഷപ്പെട്ടിരുന്നത് ഹിറ്റ്ലർ ഒരു വെജിറ്റേറിയൻ ആയിരുന്നതുകൊണ്ടാണെന്ന് പറയപ്പെടുന്നു. പിന്നീട് ഹിറ്റ്ലർ കഴിക്കുന്ന ഭക്ഷണങ്ങൾ പോലും ടേസ്റ്റ് ചെയ്തു നോക്കാൻ ജൂതരല്ലാത്ത വനിതകളെ ഏർപ്പാടാക്കിയിരുന്നു എന്നും ചരിത്രം പറയുന്നു. വളരെ പ്രശസ്തമായ ഓപ്പറേഷൻ വാൽക്കേരി എന്നറിയപ്പെടുന്ന 20 ജൂലൈ പ്ലോട്ടിൽ സംഭവിച്ചത് 1944 ജൂലൈ 20 ഹിറ്റ്ലറിൻ്റെ ആദ്യ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിലൊന്നായ വുൾഫ്സ് ലയറിൽ ഒരു മീറ്റിങ്ങിലേക്ക് ജർമ്മൻ ആർമി ഓഫീസറായ ക്ലോസ് വോൺ സ്റ്റോഫൻബെർഗ് ഒരു ബ്രീഫ് കേസിൽ ബോംബും വെച്ച് കടന്നു ചെന്ന് മീറ്റിംഗ് തുടങ്ങുന്നതിന് മുൻപ് ഹിറ്റ്ലറിൻ്റെ കോൺഫറൻസ് മേശയുടെ അരികിലായി ഹിറ്റ്ലറിൻ്റെ അടുത്തായി ഈ ബ്രീഫ് കേസ് വെച്ച് അവിടെ നിന്ന് മുങ്ങി. പക്ഷേ മീറ്റിങ്ങിനിടയിൽ അവസാന നിമിഷം മറ്റൊരു ഓഫീസറിൻ്റെ കാല് തട്ടി ഈ ബ്രീഫ് കേസ് കോൺഫറൻസ് മേശയുടെ ഒരു കാലിനപ്പുറത്തേക്ക് നീങ്ങിപ്പോയി. ബോംബ് പൊട്ടിയപ്പോൾ മേശയുടെ കാൽ തകർന്നു. മേശ വീണത് ബോംബിന് മുകളിലേക്കായിപ്പോയി. കൂടെ ഉണ്ടായിരുന്ന 3 ഓഫീസർമാർ മരിച്ചെങ്കിലും ഹിറ്റ്ലർ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ഇങ്ങനെ പല രീതിയിൽ ഹിറ്റ്ലറെ കൊല്ലാൻ ശ്രമങ്ങൾ നടന്നിരുന്നു. ഏറ്റവും അധികം പ്രചാരം ലഭിച്ച ഹിറ്റ്ലറുടെ അവസാനം എന്നത് ഹിറ്റ്ലറുടെ ആത്മഹത്യ തന്നെയാണ്. 1939 പോളണ്ടിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതോടുകൂടി 2ാം ലോക മഹായുദ്ധത്തിന് ഹിറ്റ്ലർ തിരികൊളുത്തി. 1940 ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും അച്ചുതണ്ട് ശക്തികൾ അഥവാ ആക്സിസ് പവേഴ്സ് എന്നറിയപ്പെട്ടു. യൂറോപ്പ് തൂത്തുവാരി മുന്നേറിയ ഹിറ്റ്ലറിന് ആദ്യം പിഴച്ചത് 1941 സോവിയറ്റ് യൂണിയൻ തകർത്തതിലായിരുന്നു. തുടർന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചതായിരുന്നു 2ാമത്തെ പിഴവ്. നാസി ക്യാമ്പുകളിൽ ജൂതമത വിശ്വാസികളെയും യുദ്ധ തടവുകാരെയും കൊന്നൊടുക്കിയ കഥകൾ ഹിറ്റ്ലർ എത്ര ക്രൂരനായിരുന്നു എന്ന് ലോകത്തിന് മുൻപിൽ തുറന്നുകാട്ടി. 1942 സോവിയറ്റ് യൂണിയനും അമേരിക്കയും നടത്തിയ തിരിച്ചടികളിൽ അടിപതറിയ അച്ചുതണ്ട് ശക്തികളെ പൂർണ്ണമായും പരാജയത്തിലേക്ക് നയിച്ചത് 1943 അലൈസ് പവർ എന്ന സഖ്യകക്ഷികളായിരുന്ന മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂടെ അമേരിക്കയും സോവിയറ്റ് യൂണിയനും ചേർന്നതോടെയായിരുന്നു. ഇറ്റലിയെ പിടികൂടി കൂട്ടാളിയായിരുന്ന ഇറ്റാലിയൻ സ്വേച്ഛാധിപതി മുസോളിനിയെയും ഭാര്യയെയും വെടിവെച്ച് കൊന്ന് മിലൻ നഗരത്തിൽ തലകീഴായി കെട്ടിത്തൂക്കിയത് ഹിറ്റ്ലറുടെ സകല ധൈര്യവും ചോർത്തിക്കളഞ്ഞതായി ചരിത്രരേഖകൾ പറയുന്നുണ്ട്. അമേരിക്കയോ സോവിയറ്റ് യൂണിയനോ തന്നെ ജീവനോടെ പിടിച്ചാൽ തനിക്കും ഈ അവസ്ഥയായിരിക്കുമെന്ന് ഭയന്ന ഹിറ്റ്ലർ അവസാനം ആത്മഹത്യയ്ക്ക് തയ്യാറാവുകയായിരുന്നു. 1945 ഏപ്രിൽ 29 ബെർലിനിലെ തൻ്റെ ബങ്കറിൽ ഏറ്റവും വിശ്വസ്തരായ സേവകരോടും മിലിറ്ററി ഓഫീസർമാരോടുമൊപ്പം ഹിറ്റ്ലർ തൻ്റെ അവസാന ആഗ്രഹങ്ങളും ഭാവി രാഷ്ട്രീയ തീരുമാനങ്ങളും അനുശാസിച്ചു. ജർമ്മനിയുടെ തകർച്ചയ്ക്ക് കാരണം ജൂതന്മാരും കൂറില്ലാത്ത സൈനികരുമാണെന്ന് പറഞ്ഞുകൊണ്ട് നാസി ജർമ്മനിയുടെ അനന്തരാവകാശികളെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതൊക്കെ നടക്കുമ്പോൾ സോവിയറ്റ് പടയാളികൾ ജർമ്മനിയുടെ തെരുവുകളിൽ വരെ എത്തിക്കഴിഞ്ഞിരുന്നു. ആ രാത്രിയിൽ തൻ്റെ കാമുകിയായ ഈവ ബ്രൗണിനെ മതാചാരപ്രകാരമല്ലാതെ ഒരു സാധാരണ ചടങ്ങെന്നതുപോലെ തൻ്റെ ആഗ്രഹപ്രകാരം വിവാഹം കഴിച്ചു. പിറ്റേന്ന് 1945 ഏപ്രിൽ 30 എല്ലാ സേവകരോടും നന്ദി പറഞ്ഞ് അവസാന ഭക്ഷണവും കഴിഞ്ഞ് ഹിറ്റ്ലറും ഭാര്യ ഈവയും മുറിയിലേക്ക് പോയി. വൈകുന്നേരം 3:30 മുറിയിൽ നിന്നും വെടിയൊച്ച കേട്ടെത്തിയ സഹായികൾ കണ്ടത് സയനൈഡ് കഴിച്ച് മരിച്ചു കിടക്കുന്ന ഈവ ബ്രൗണിനെയും തലയിൽ സ്വയം വെടിവെച്ച് സോഫയിൽ ചോരയിൽ കുളിച്ചു കിടക്കുന്ന അഡോൾഫ് ഹിറ്റ്ലറിനെയുമായിരുന്നു. ശേഷം ശവശരീരങ്ങൾ കത്തിച്ചു എന്നും പറയപ്പെടുന്നു.
അവശിഷ്ടങ്ങളിൽ ബാക്കിയുണ്ടായിരുന്നത് എന്തെല്ലാമോ സോവിയറ്റ് യൂണിയൻ ആർമി കണ്ടെടുത്തു. തലയോടിൻ്റെയും താടിയെല്ലിൻ്റെയും പല്ലിൻ്റെയും കഷ്ണങ്ങൾ ഇപ്പോഴും മോസ്കോയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഹിറ്റ്ലറുടേത് ആത്മഹത്യയല്ല, കൊലപാതകമായിരുന്നെന്ന് പറയാൻ കാരണങ്ങൾ പലതുണ്ട്. ബങ്കറിൽ നിന്നും ജീവനോടെ പുറത്തു വന്ന ഹിറ്റ്ലറുടെ അനുയായികളുടെ വിശദീകരണങ്ങളിലെ പൊരുത്തക്കേടുകളാണ് പ്രധാനമായ ഒരു കാരണം. ആദ്യമായി ഹിറ്റ്ലറുടെ ബങ്കറിൽ എത്തിയത് സോവിയറ്റ് യൂണിയൻ ആർമിയായിരുന്നു. അവരാണെങ്കിൽ കിട്ടിയ വിവരങ്ങൾ വർഷങ്ങളോളം മറച്ചുവെക്കുകയും പരസ്പര വിരുദ്ധമായ റിപ്പോർട്ടുകൾ പുറത്തുവിടുകയും ചെയ്തു. സോവിയറ്റ് ഭരണാധികാരിയായിരുന്ന സ്റ്റാലിൻ 1945 ഹിറ്റ്ലർ മരിച്ചില്ല, രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ വിവാദം മറ്റൊരു വശത്ത്. പൂർണ്ണമായും കത്തിയെരിയാത്ത ഹിറ്റ്ലറിൻ്റെ ശവശരീരമാണ് സോവിയറ്റ് ആർമി കണ്ടെത്തിയതെന്ന് പറയുന്നുണ്ടെങ്കിലും പൊതുജനങ്ങൾക്ക് മുൻപിൽ കാണിക്കാത്തത് എന്തുകൊണ്ടെന്നുള്ള ചോദ്യത്തിനും വിശദീകരണമില്ല. ഇതിൻ്റെ കൂടെ യാതൊരു തെളിവുമില്ലാത്ത മറ്റൊരു ആരോപണം ഹിറ്റ്ലറെ ആരോ വെടിവെച്ച് കൊന്നു എന്നാണ്. 2017 നടത്തിയ ഫോറൻസിക് അനാലിസിസിൽ പല്ലിൻ്റെ ഘടന ഡെൻ്റൽ റെക്കോർഡുമായി മാച്ച് ചെയ്യുന്നു എന്നത് ആത്മഹത്യാ സാധ്യതകൾ നിലനിർത്തുന്നുമുണ്ട്. ഇത്രയുമാണ് ചരിത്രം. ഇനി ഒരാളാണ് ഹിറ്റ്ലറെ കൊന്നതെങ്കിൽ അത് നമ്മുടെ ചാർലി ആവാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. ഇതൊരു ഫാൻ തിയറിയായി മാത്രം കാണുക, അല്ലാതെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന ആസ്ട്രൽ പ്രൊജക്ഷൻ ഉണ്ടോ ബ്രോ എന്നൊന്നും ചോദിക്കരുത്. ഒടിയൻ എന്ന ചാർലിയുടെ കൃത്യമായ ഉറവിടം എവിടെയാണെന്ന് നമുക്കറിയില്ല. ഇവിടെ ഒടിയൻ ആയി അറിയപ്പെടുന്ന ചാർലി പോരാടുന്ന രീതി വെച്ച് ഒരു ജാപ്പനീസ് നിഞ്ചയും ആവാനുള്ള സാധ്യത ചെറുതല്ല. ഹിറ്റ്ലർ കൊന്നൊടുക്കിയ അനേകം ജൂതവിശ്വാസികളുടെ കൂടെ ചാർലിയുടെ വംശവും ഉണ്ടായിരുന്നിരിക്കാം. അതിൻ്റെ പ്രതികാരമായി രൂപം മാറി ഹിറ്റ്ലറെ കൊന്നതും ആവാം. ഹിറ്റ്ലർ ആത്മഹത്യക്ക് തയ്യാറെടുക്കുമ്പോൾ പ്ലാൻ ഇങ്ങനെയായിരുന്നു: തൻ്റെ ഭാര്യയ്ക്ക് സയനൈഡ് കൊടുക്കുകയും ശേഷം താൻ വെടിവെച്ച് മരിക്കുകയും ചെയ്യുക. പക്ഷേ സയനൈഡ് കൊടുത്താൽ എത്ര നേരം കൊണ്ടാണ് മരിക്കുക എന്ന് ഹിറ്റ്ലറിന് കൃത്യമായി അറിയില്ലായിരുന്നു. അതിന് ഹിറ്റ്ലർ തയ്യാറാക്കിയ ഒരു പരീക്ഷണം തൻ്റെ നായയായ ബ്ലോണ്ടിക്ക് സയനൈഡ് കൊടുത്തു കൊല്ലുക എന്നതായിരുന്നു. ഹിറ്റ്ലർ മരിക്കുന്നതിന് ഒരു ദിവസം മുൻപ്, അതായത് 1945 ഏപ്രിൽ 29 ഹിറ്റ്ലറിൻ്റെ ഡോക്ടറായ ലുഡ്വിഗ് സ്റ്റംബർഗറിനോട് ബ്ലോണ്ടിക്ക് ഒരു സയനൈഡ് ക്യാപ്സ്യൂൾ കൊടുക്കാൻ ആജ്ഞാപിച്ചു. ബ്ലോണ്ടിയെ കൊല്ലുന്നതിനോട് ഹിറ്റ്ലറിന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു മൃഗം പോലും സോവിയറ്റ് ആർമിയുടെ പിടിയിൽ അകപ്പെടരുത് എന്ന് ഹിറ്റ്ലറിന് നിർബന്ധമുണ്ടായിരുന്നു. ഡോക്ടർ സയനൈഡ് കൊടുത്തതും നിമിഷ നേരത്തിനുള്ളിൽ വേദന എന്തെന്ന് തിരിച്ചറിയുക പോലും ചെയ്യാതെ ബ്ലോണ്ടി മരിച്ചു. ബ്ലോണ്ടിയുടെ കുഞ്ഞുങ്ങളെ വിഷം കൊടുത്തും വെടിവെച്ചും കൊന്നു എന്നാണ് പറയപ്പെടുന്നത്. ബ്ലോണ്ടി ഒരു ജർമ്മൻ ഷെപ്പേർഡ് നായയായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഹിറ്റ്ലറിനെ കൊന്ന് ഹിറ്റ്ലറിൻ്റെ ജർമ്മൻ ഷെപ്പേർഡ് നായയുടെ കുഞ്ഞുങ്ങളിൽ ഒരെണ്ണത്തെ വെടിയേറ്റ് ഒരു കാൽ മുറിഞ്ഞുപോയ നായയെ ചാർലി കൂടെ കൊണ്ടുവന്നു. ചാർലിയുടെ ഇമ്മോർട്ടൽ പവർ ആ നായയ്ക്കും കൊടുത്തു. ചാർലിയുടെ കൂടെ കൂട്ടി. നീലിയെ പിന്തുടരുന്ന, ചാർലിയോടൊപ്പം ജീവിക്കുന്ന ആ സന്തത സഹചാരി ഹിറ്റ്ലറിൻ്റെ നായയാണെങ്കിൽ. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും വരാം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.